ഹലോ ഗൈസ്, അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ലക്ഷദ്വീപിൻ്റെ ബാക്കി വ്ലോഗ് ഇടുന്നത്. എനിക്കും അറിയാം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ അകത്തിൽ നിന്ന് ഷിപ്പ് കയറിയിട്ടുള്ള കാര്യമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഐലൻഡാണ് കവരത്തി ഐലൻഡ്. അതായത് അനാർക്കലി സിനിമ ഷൂട്ട് ചെയ്തത് ഈ ഒരു ഐലൻഡിൽ വെച്ച്. എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ലക്ഷദ്വീപ് വ്ലോഗിൻ്റെ ബാലൻസ് എവിടെയെന്ന്. ആക്ച്വലി ഇത് വോയിസ് ഓവർ കൊടുക്കേണ്ടതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത്. ഞാൻ സിനിമയിൽ കണ്ട പോലെയല്ല ആക്ച്വലി ഈ ഐലൻഡ്. ഇതിലേക്കാളും എനിക്ക് ഭംഗി തോന്നിയത് അഗത്തി ഐലൻഡിലാണ്. കാരണം അഗത്തി ഐലൻഡിലെ ബീച്ച് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉള്ളിലൊരു സമാധാനം തോന്നും. അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു അവിടെ. പിന്നെ ലക്ഷദ്വീപിലെ മെയിൻ സ്പെഷ്യാലിറ്റി ആയിട്ട് ഞാൻ കണ്ടതാണ് തെങ്ങ് നിറച്ച് ഇതുപോലെ തേങ്ങ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലെവിടെയും ഞാൻ ഇത്രയും ഇങ്ങനെ ഭ്രാന്തമായിട്ട് തേങ്ങ പിടിക്കുന്നത് എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പം നമ്മളെല്ലാവരും റെഡി ആയിട്ട് നമ്മളുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അവിടെ നമുക്ക് ബീച്ചിലും ആക്സസ് ഉണ്ട് ഇറങ്ങാനായിട്ട്. ഇത് ആക്ച്വലി ഒരു ചിൽഡ്രൻസ് പാർക്ക് ആണെങ്കിലും ഇതിൽ തന്നെ ഓപ്പൺ ജിമ്മും ഉണ്ട്. നമ്മൾ ഈ ഒരു ഒറ്റ രാത്രി മാത്രമേ ഈ ഐലൻഡിൽ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ കണ്ടു കഴിയാനാണ് ശ്രമിക്കുന്നത്. ബൈ ദ ബൈ, ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. നമ്മൾ അഗത്തി ഐലൻഡിൽ പോയിട്ടാണ് ഈ ഒരു ഐലൻഡിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു ഐലൻഡ് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. ഞാൻ ഈ ലക്ഷദ്വീപിൽ വരാനും ഇവിടെ എല്ലാം കാണാനും കാരണം ഇവരാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാൻ ലക്ഷദ്വീപിൽ പോയ അന്ന് തൊട്ട് ഞാൻ കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്: എത്രയാണ് ബഡ്ജറ്റ് ആയത്, എങ്ങനെയാണ് പോയത്, പെർമിറ്റ് എങ്ങനെയാണ് കിട്ടിയത്. സോ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഞാനൊരു വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പാർക്കിലൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വേറൊരു സൈഡിലേക്ക് പോവാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് അവിടുത്തെ പച്ചക്കറി കട. പച്ചക്കറി മാത്രമല്ല, ചെറിയ ചെറിയ പൗഡറുകളും എല്ലാം നമുക്ക് അവിടെ തന്നെ കിട്ടുന്നതായിരിക്കും. ഐ മീൻ കറി പൗഡർ. അവിടെ നമ്മൾ വേറൊരു ബീച്ചിലേക്ക് പോയി. ഇവിടെ ഒരുപാട് ഞണ്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇതിനെയൊന്നും നമ്മൾ കറി വെച്ച് കഴിക്കുന്ന ഒരു ഞണ്ടല്ല. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് കണ്ടാണ് കേട്ടോ ഇത് ഒരു ആര്യവേപ്പിൻ്റെ മരമാണ്. ഞാൻ ഇത്രയും വലിയൊരു ആര്യവേപ്പിൻ്റെ മരം ഇതിന് മുന്നേ കണ്ടിട്ടില്ല. ഇനി ഈ ഒരു വീടാണ് ഈ ഒരു ഐലൻഡിൽ നമ്മൾ നിൽക്കാനായിട്ട് ചൂസ് ചെയ്തത്. ഞാൻ ഹോം ടൂർ എടുക്കാൻ മറന്നുപോയി. ഇനി അടുത്ത ഐലൻഡിൽ പോകുമ്പോൾ ഹോം ടൂർ എടുക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് രാവിലെ ഷിപ്പിന് സമയമായി. അപ്പം നമ്മൾ പോകാനായിട്ട് നമ്മുടെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര ദിവസം കാണും എന്നറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം തുണികളെല്ലാം വെച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷിപ്പിലൊക്കെ കയറി നമ്മൾ കുറച്ച് സമയം റിലാക്സ്ഡ് ആയിട്ടിരുന്ന ഒരു മൂവിയൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്ത ഐലൻഡിലെത്തി. പക്ഷെ അടുത്ത ഐലൻഡ് എത്തിയപ്പോഴാണ് ഈ മീശമാധവൻ എന്നുള്ള സിനിമ അവിടെ പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങിയത്. പക്ഷെ അത് കാണാത്തതിൻ്റെ ഒരു ചെറിയ നീരസമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അവരെ പിക്ക് ചെയ്യാനായിട്ട് കോസ്റ്റ് ഗാർഡിൻ്റെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഫൈനലി നമ്മൾ ആന്ത്രോത്ത് എന്ന് പറയുന്ന ഐലൻഡിൽ വന്നിട്ടുണ്ട്. ഈ ഒരു വീടായിരിക്കും അടുത്ത കുറച്ച് ദിവസത്തേക്ക് നമ്മൾ നമ്മളുടെ സ്വന്തം വീടായിട്ട് കാണാൻ പോകുന്നത്. ഇത് ജലാലിക്കാൻ്റെ ചേട്ടൻ്റെ വീടാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം കാണും, ആരാണ് ഈ ജലാലിക്ക എന്ന്. സോ അതെല്ലാം നമുക്ക് വഴിയേ പറയാം. ഇനിയുള്ള വീഡിയോസ് മൊത്തം നിങ്ങൾ കേൾക്കാൻ പോകുന്നൊരു പേരായിരിക്കും ജലാലിക്ക എന്നുള്ളത്. സോ അങ്ങനെ നമുക്ക് ഇവിടുത്തെ ഹോം ടൂർ എടുക്കാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു കോർണർ സെറ്റിയാണ് കാണുന്നത്. എനിക്ക് ഹോം ടൂർ ഒന്നും എടുത്ത് പരിചയമില്ല, അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അങ്ങനെ ഒരു TV യൂണിറ്റും എല്ലാം കൂടിയുള്ളൊരു ചെറിയൊരു ലിവിങ് സ്പേസ് ആയിരുന്നു അവിടെ നമ്മൾ കയറി വരുമ്പോൾ ഇതുപോലൊരു ഡൈനിങ് ഏരിയയും ചെറിയൊരു വാഷിംഗ് ഏരിയയും സ്റ്റെയറും എല്ലാം ഉണ്ട്. ഇതിന് അപ്സ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ അപ്സ്റ്റേഴ്സിൽ വേറൊരു ടീം താമസിക്കുകയാണ് ഓൾറെഡി. നമുക്ക് താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഇത് ഒരു ബെഡ്റൂം. ഇതിലും തന്നെ വലിയൊരു കിങ് സൈസ് ബെഡും AC-യും അറ്റാച്ച്ഡ് ബാത്റൂമും അതുപോലെ വാർഡ്രോബും എല്ലാം ഉണ്ട്. പിന്നെ ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ബെഡും എല്ലാം അവൈലബിൾ ആണ്. ഇവിടുത്തെ ലിവിങ് സ്പേസും ഡൈനിങ് ഹാളും എല്ലാം നല്ല വിശാലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ കിച്ചണും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ് ഇവിടെ. നിറച്ച് കബോർഡും എല്ലാം ആയിട്ടും. അതുപോലെ തന്നെ കിച്ചണിലൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും സൈഡിലുണ്ട്. ഈ ഒരു വീട് ശരിക്കും അങ്ങനെ റെൻറ്റിന് കൊടുക്കുന്നതല്ല. അതായത് ഈ ഒരു സ്പേസ് ഇത് നമ്മൾ അറിയാവുന്നവരായതുകൊണ്ട് മാത്രമാണ് നമുക്ക് താമസിക്കാൻ തന്നത്. ഇനി ഇതും ചോദിച്ച് എൻ്റെ അടുത്ത് ആരും വരരുത്, ഈ ഒരു വീട് എങ്ങനെയാണ് സെറ്റായത്, ഇതിൻ്റെ റേറ്റ് എന്താണ്, അങ്ങനെ ഒന്നും ചോദിച്ചാരും വരരുത്. പിന്നെ നമ്മൾ കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അതായത് ഈ ഫ്രിഡ്ജൊക്കെ വെക്കുന്ന അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു റൂം പോലെ. പിന്നെ അതിനോട് ചേർന്ന് തന്നെ വേറൊരു വർക്ക് ഏരിയ പോലെയുണ്ട്. വർക്ക് ഏരിയ അല്ല, ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ തന്നെ. അവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളും എല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിലും അവിടെ തെങ്ങ് നട്ടു വെക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേനും ജലാലിക്കാൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ സിസ്റ്ററിൻ്റെ മോളുടെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലക്ഷദ്വീപിലെ ഒരു മണിയറയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ ഒരു ഏരിയ തൊട്ട്, അതായത് ഈ കഥ തുറന്നിടം തൊട്ട് ആ ഒരു ഹോൾ പോലെയും TV യൂണിറ്റും ബെഡ് സ്പേസും ഒരു വാർഡ്രോബ് സെറ്റിങ്സും എല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് മണിയറ എന്ന് പറയുന്നത്. ലക്ഷദ്വീപിലെ ഒരു വലിയ പ്രത്യേകതയാണ്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണ ചെറുക്കൻ കല്യാണ പെണ്ണിൻ്റെ വീട്ടിലായിരിക്കും വന്ന് താമസിക്കുന്നത്. അതായത് സ്ഥിരമായിട്ട്.
അപ്പോൾ ആ കല്യാണ ചെറുക്കന് വേണ്ടിയിട്ടാണ് ഈ ഒരു മണിയറ പണിയുന്നത്. അതായത് ദ ബ്രാൻഡ് ന്യൂ ബെഡ്റൂം എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു ബെഡ്റൂം ആയിരിക്കും അവർക്ക് വേണ്ടി പണിഞ്ഞുണ്ടാക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ജലീലിക്കാൻ്റെ വീട്ടിലാണ് പോയത്. അവിടെ പുള്ളിക്കാരൻ്റെ ഭാര്യയും കുഞ്ഞും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക്. ഇത് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡാണ് കിലാഞ്ചി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ തേങ്ങാപ്പാലും പഴവും ഒക്കെ ഇട്ടിട്ട് കഴിക്കണം. അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാം നല്ല ഫുഡായിരുന്നു. അവിടെ നമ്മൾ ഇറങ്ങി പിന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വിജീഷേട്ടൻ പറഞ്ഞത് ഈ ഒരു ഷേപ്പിലായിരിക്കും ഈ ഒരു ഐലൻഡ് കാണാനുണ്ടാവുക എന്ന്. അതായത് ഒരു ഡ്രോൺ ഷോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വെച്ചു. കാരണം ഈ ഒരു ഐലൻഡിൽ വന്നിട്ട് നമ്മൾ ബീച്ചിലെങ്ങും പോയിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റിയാണ് ഇവിടെ ഹെൽമെറ്റ് ഒന്നും വേണ്ട എന്നുള്ളത്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവിടെ അധികം അങ്ങനെ വണ്ടികളോ ആക്സിഡൻസോ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ഇവിടെ അങ്ങനെ ഒരു നിയമം ഇല്ലാത്തത്. ഞാൻ പോയതൊരു നോമ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവിടെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ അധികം ആൾക്കാരെ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ പോലും ഒരുപാട് സമയം കഴിയുമ്പോഴത്തേനും നല്ല തിരക്കാവും. ഈ സ്ഥലങ്ങളിലെല്ലാം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടൊരു വേറൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ മണലൊന്നും മണലല്ല. നമ്മൾ കുറച്ച് കട്ടിക്ക് അരിപ്പൊടി പൊടിക്കുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ കല്ലിൻ്റെ പൊടി ഇരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഇവിടുത്തെ മണലിരിക്കുന്നത്. കാരണം അഴുക്കൊന്നും നമ്മുടെ കയ്യിലാവില്ല. ജസ്റ്റ് അതൊരു പൊടി പോലെ ഇരിക്കുകയുള്ളൂ. നമ്മുടെ ഇവിടുത്തെ മണ്ണിനെ കണക്ക് ഇങ്ങനെ അഴുക്കാവുന്ന ഒരു ടെക്സ്ചറോ അങ്ങനെയൊന്നുമല്ല അവിടുത്തെ മണലിരിക്കുന്നത്. കണ്ടില്ലേ, ക്രിസ്റ്റൽസ് പോലെയാണ് ഇതിരിക്കുന്നത്. ക്രിസ്റ്റൽസ് പൊടിച്ച പോലെ, അല്ലെങ്കിൽ മറ്റേ അക്വേറിയത്തിലൊക്കെ ഇടുന്ന കല്ലില്ലേ, അത് പൊടിഞ്ഞിരിക്കുന്ന പോലെയാണ് ഇവിടുത്തെ ഒരു മണലിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ബീച്ചിലൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. ഇനി ബാക്കിയുള്ള വീഡിയോ ആയിട്ട് ഞാൻ പുറകെ വരുന്നതായിരിക്കും. ടാറ്റാ.